പ്രിന്റു മഹാദേവിലേക്ക് പോവുകയാണ്. ശ്രീ പ്രിന്റു മഹാദേവ്, നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിലാരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ആദ്യമൊക്കെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, സത്യം പുറത്തു വരട്ടെ എന്നൊക്കെ പറഞ്ഞവർ തന്നെ പിന്നീട് SITയുടെ ചോദ്യമുനയിൽ നിന്ന് പകയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉന്നതരിലേക്ക് എത്തും എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്കൊക്കെ ഉണ്ടാകുന്നു. അതായത് മുരാരി ബാബു എന്നാണോ അറസ്റ്റിലാകുന്നത്, അവിടെ മുതൽ തുടങ്ങുന്നു ദേവസ്വം ബോർഡിൻ്റെ ഇതിന്മേലുള്ള പങ്ക്. തുടർന്ന് അങ്ങോട്ട് N വാസു, A പത്മകുമാറിൽ വരെ എത്തി നിൽക്കെ വളരെ ബോധപൂർവം ഇപ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അതിൻ്റെ ഒരു മറ എന്നോണം ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുകയുണ്ടായി, ദേവസ്വം മന്ത്രിക്ക് ഇതിൽ റോളൊന്നുമില്ല, സ്വർണം പൂശുന്നതും അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണിക്കുമായിട്ടൊക്കെ അയക്കുന്നത് അവരാണ്, ദേവസ്വം ബോർഡാണ്, അല്ലാതെ എനിക്കിതിൽ പങ്കൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ചില മറുപടികളൊക്കെ നടത്തുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്തായാലും ഈ റോളില്ല എന്ന് വാദിക്കുന്നവരൊക്കെ എത്രത്തോളം റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വരും അന്വേഷണത്തിൽ തെളിയുമെന്ന് കരുതാമോ, അതോ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ? അല്ല, സത്യത്തിൽ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SITയുടെ അന്വേഷണം ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്തോറും നമ്മൾ ആദ്യമൊക്കെ ധരിച്ചത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടാണ് ഇതിൻ്റെ അന്വേഷണം അവസാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഇത് അവസാനം എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയിലും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലാണ്. അപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതി അനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന ദൈവതുല്യരായിട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണത്തിൻ്റെ മുൾമുന നീങ്ങും തോറും ഈ മൊഴിമാറ്റലിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ നടക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ KS ബൈജുവിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. അദ്ദേഹം സത്യത്തിൽ ഈ ദേവസ്വം ആഭരണങ്ങളുടെ കസ്റ്റോഡിയനാണ്. തുടക്കത്തിൽ ഇവർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ, ഒരു പോറ്റിയെ മാത്രം ഇതിൻ്റെ മുൾമുലയിൽ നിർത്തിക്കൊണ്ട് അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പഴുതടച്ച അന്വേഷണത്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചുള്ളത്. ആ അന്വേഷണം ഉള്ളത് കൊണ്ട് തന്നെ, ഹൈക്കോടതി ഒരു മേൽനോട്ടം ഉള്ളത് കൊണ്ട് തന്നെ പല മൊഴികളും കൃത്യമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു. ആ രേഖപ്പെടുത്തിയ മൊഴികളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് കൃത്യമായിട്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്കുള്ള അന്വേഷണം വരുന്നത്. അപ്പോഴും ഇവിടെ അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള അട്ടിമറിക്ക് വലിയ സാധ്യതകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേഞ്ച് DIGയുടെ അച്ഛനും കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ റേഞ്ച് DIGയുടെ പിതാവിനെ DYSP നിലവാരത്തിലോ SP നിലവാരത്തിലുള്ള ആളുകൾ അന്വേഷണം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ SIT സംഘത്തിന് സത്യസന്ധവും നീതിപൂർവമായിട്ട് അന്വേഷണം നടത്താൻ സാധിക്കൂ എന്നൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. അവിടെയാണ് പ്രസക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ അന്വേഷണം ഇപ്പോൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തകൃതിയായിട്ട് അന്വേഷണം നടക്കുന്നു, ചില മൊഴികൾ പുറത്തേക്ക് വിടും. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെങ്കിൽ ഇത് കൃത്യമായിട്ട് CBIക്കോ കേന്ദ്ര ഏജൻസികൾക്കോ ഈ അന്വേഷണം കൊടുക്കണം. എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് യഥാർത്ഥ പ്രതികളിലേക്കുള്ള വരുകളുള്ളൂ. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ എല്ലാ അഴിമതികളും ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ മുൾമുനയിൽ നിർത്തി പ്രതികളാക്കിക്കൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ട്. നമ്മൾ മുൻപ് നടന്ന സ്വർണ്ണക്കൊള്ളയായിക്കോട്ടെ, നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കൊള്ള, അവിടെ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കും ഭാര്യയിലേക്കും അടക്കം അന്വേഷണം വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവസാനം ശിവശങ്കരനെ ബലിയാടാക്കിക്കൊണ്ട് അന്വേഷണം അവിടെ തീർക്കുകയോ അവിടെ അന്വേഷണത്തിൻ്റെ മുഴുവൻ അതിൻ്റെ പ്രാരാബ്ദങ്ങളും അതിൻ്റെ ബാധ്യതകളും ശിവശങ്കരൻ ഏറ്റെടുത്തുകൊണ്ട് അവിടെ സ്വയം അദ്ദേഹം ബലിയാടാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥ ആളുകളിലേക്ക് വരും തോറും ഒരു മുരാരി ബാബുവോ ഒരു KS ബൈജുവോ അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറയുന്ന മറ്റേ വാസുവോ ഒക്കെ ഏതെങ്കിലും ബലിയാടാക്കിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് അതിനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായി നടത്തുന്നത്. സർക്കാർ ആരെയാണ് പേടിക്കുന്നത്? യഥാർത്ഥ പ്രതികൾ, അത് ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ, തന്ത്രി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവരെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഭക്തരോട് കൃത്യമായിട്ട് ഓരോ ഭക്തർക്കും, ശബരിമലയിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരങ്ങൾ ഓരോ നിമിഷം വ്രണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആദ്യഘട്ടത്തിൽ ശബരിമലയിൽ ആചാര ലംഘനത്തിൻ്റെ പേരിലാണ് ഇവർ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ നമ്മൾ ഭക്തരെ ഇൻസൾട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട കാര്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. സർക്കാർ ഒരു സമയത്ത് പറയുകയാണ് യഥാർത്ഥ പ്രതികളെ മുഴുവൻ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും പത്മകുമാറും വാസുവിൽ നിന്നും എത്തി നിൽക്കുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് ഈ അന്വേഷണത്തെ വരാനോ അതിനുള്ള സാധ്യതകളെയോ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് SITയുടെ അന്വേഷണം മാത്രമല്ല, SITയുടെ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള ഹൈക്കോടതിയിലെ നിരീക്ഷണമുണ്ട്. അതിനപ്പുറത്ത് കൃത്യമായിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിച്ച് ഇതിനപ്പുറത്ത് നേരത്തെ ഹരിദാസ് സാർ സൂചിപ്പിച്ചല്ലോ, ഇതിനകത്ത് രാജ്യാന്തര ബന്ധമുണ്ട്. അതിൽ ഒരു സ്റ്റേറ്റിനപ്പുറത്തേക്ക് ഒരു രാജ്യാന്തര ബന്ധമുള്ള പ്രത്യേകിച്ച് ക്ഷേത്രകലകളെയും ക്ഷേത്രവാസ്തുവിദ്യകളെയും അല്ലെങ്കിൽ വിഗ്രഹങ്ങളടക്കം ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മാഫിയ ഓൾ ഓവർ വേൾഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാഫിയകളുടെ ബന്ധം കൂടി പുറത്തു കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൃത്യമായി ഉണ്ടാകണം. അല്ലെങ്കിൽ ഉറപ്പാണ് ഈ അന്വേഷണം ഒരു സ്ഥലത്തും എത്തില്ല. ഇവർ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ചില മൊഴികളും ചില വ്യക്തികളും ആ വ്യക്തികളിലേക്കും അന്വേഷണം നടക്കുന്നത്. യഥാർത്ഥ FIR ബാക്കി കാര്യങ്ങളും വന്നാൽ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ കേരളത്തിലെ പൊതുസമൂഹമോ ഇവിടുത്തെ BJP പോലുള്ള പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളോ ഒരിക്കലും തൃപ്തിയില്ല. അതുകൊണ്ട് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ.